ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു സീക്രട്ട് ഡിസയർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഇവർക്ക് നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ഫീലിംഗ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് വേണോ പൈൽ റീഡിംഗ് വേണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ജനറൽ റീഡിങ്ങിനോടാണ് താല്പര്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പൈൽ റീഡിങ്ങിനും ആൾക്കാരുണ്ട്, പക്ഷേ കുറച്ചേ ഉള്ളൂ. എങ്കിലും സാരില്ല, നമുക്ക് രണ്ടും ചെയ്യാം. കൂടുതൽ ജനറൽ റീഡിങ്സ് തന്നെ ചെയ്യാം, കാരണം അതിനാണല്ലോ കൂടുതൽ ആവശ്യക്കാർ. പൈൽ റീഡിങ്സ് നമുക്ക് ആഴ്ചയിൽ 1 or 2 എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുന്നതിനായി നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ചുള്ള പോസിറ്റീവ് തോട്ട്സിലോടുകൂടി ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ അവർക്ക് ശരി എന്താണോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ എന്താണോ ശരി ആ ഒരു കാര്യങ്ങളായിരിക്കും അവർ തിരഞ്ഞെടുത്ത് ചെയ്യുക. ഇപ്പോൾ അവരേതെങ്കിലും ഒരു തെറ്റായ ഡിസിഷൻ എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിച്ചു തരുന്നൊരു വ്യക്തിയായിരിക്കില്ല. അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ഭാഗമാണ് ശരി, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം അവർക്ക് ചൂസ് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് തെറ്റാണെന്നോ മനസ്സിലാക്കിയാൽ പോലും ഒരുപക്ഷെ അംഗീകരിച്ച് തരാതെ സ്വന്തം തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ അവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണോ അവർ ചൂസ് ചെയ്യുന്നത് ആ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആവാനോ ഒക്കെ മടിയുണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്കൊരു കാര്യം വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടുള്ളൊരു താല്പര്യം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പം പോവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി തന്നെ വേണ്ടാന്ന് വെക്കാനായിട്ട് അവർക്ക് യാതൊരു ഹൃദയവേദനയും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നിലധികം കാര്യങ്ങളിൽ അവരുടെ എനർജി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആണ്. അത് ചിലപ്പോൾ അവർ ഫാമിലി മാറ്റേഴ്സ് നോക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസായിട്ട് ആ ഒരു കാര്യങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരിക്കാം. അതായത് ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിലുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നോക്കി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉയർച്ചകളൊക്കെ അവർക്ക് വന്നിട്ടുള്ളൊരു ടൈമായിരിക്കാം. അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഏതൊക്കെയോ തരത്തിലുള്ളൊരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ജോലിയിലുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് പിരിഞ്ഞ് നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ട് നിൽക്കുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവരുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്ലാനിങ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾ വരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളൊരു തോട്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ മനസ്സിലുള്ള ഒരു തോട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം, ചിലവർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏതൊക്കെയോ രീതിയിലുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് തന്നെ ഇത് വരണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ട്രൂത്ത് തേടി നടക്കുന്നവരായിരിക്കാം.
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല ക്ലിയറായിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള മിസ്റ്ററി, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പിന്നിലുള്ളൊരു മിസ്റ്ററി എന്ന് ചിലപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു മിസ്റ്ററീസ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അത്രയും അടുപ്പമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് അന്യ വ്യക്തികളെ പോലെയൊക്കെ മാറിയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. അതായത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെ ഇനി സമീപിക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു ആവശ്യം നിങ്ങളെ അറിയിക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ മാറാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് ശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു റീകൺസിലേഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻ നിങ്ങളോട് പറയാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ വിചാരിച്ച രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റണം എന്നൊരു ആവശ്യം നിങ്ങളുടെ മുൻപിൽ വെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനും എനർജിയിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ പിണക്കത്തിനോ ഒക്കെ ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സമീപിച്ചത് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഇത്രത്തോളം ഫാസ്റ്റാണ് ഈ ഒരു പേഴ്സൺ. അവരവരുടെ ആവശ്യം എത്രയും വേഗം നിങ്ങളെ അറിയിക്കാനായിട്ട് നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു രീതിയിലേക്ക് പ്ലാൻ ചെയ്തതായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻസിലൂടെ പറയാം കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ അവർ കൂളാവുന്നൊരു പ്രകൃതിയുമായിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സഫർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം. അതായത് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കെയറിങ് കാണുന്നുണ്ട്. കെയറിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അത് മെയിൻലി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആ ഒരു കെയറിങ് കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചോയ്സസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ചില സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും അത് ശരിയല്ലെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവരോടുള്ള ഒരു അമിത സ്നേഹം കാരണം നിങ്ങളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവാം. അതായത് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഫൂളിഷായിട്ട് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഒരു ഫൂളിഷായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് വേണ്ടി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഇവർ വന്നാൽ മതി എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത്. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ചെറിയ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് പോലും ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും നിങ്ങൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു പിണക്കം അവസാനിച്ചാൽ മതി എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഒരുപക്ഷെ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് മെയ്റ്റാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് അത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ട്. നിങ്ങളുടെ സോളിനതറിയാം. ഒരുപക്ഷെ നിങ്ങളും ഇപ്പോൾ അത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിയുടെ നേച്ചർ അനുസരിച്ചിട്ട് അവർക്കത് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കൂടുതലൊരു അടുപ്പം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും എത്ര ദൂരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും ഏതെങ്കിലും തരത്തിലൊന്ന് കണക്റ്റഡ് ആവുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിനി ലൈഫ് ലോങ് ഇതുപോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഒരിക്കലും കംപ്ലീറ്റ്ലി വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് കട്ടായി ഇനി ജീവിതത്തിൽ കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി പോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരും ഇൻകംപ്ലീറ്റ് ആണ്.
അത് പല പല സ്റ്റേജസിലായിട്ടാണ് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് മാത്രം. അപ്പം നിങ്ങളത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ദൈവനിയോഗം ഡിവൈൻ തന്നിട്ടുള്ളത് നിങ്ങൾക്കായിരിക്കാം. ആ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അറിയാനും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് കണക്ഷനും ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു നിയോഗം നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അവർ ചിലപ്പോൾ അത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് അവരൊന്ന് സ്ലോ ആയി പോകുന്നത്. അവർക്കിതൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള സമയം എടുക്കുന്നത്. ഒരുപക്ഷെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവരിതൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാവണമെന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ സത്യസന്ധമാണോ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ച് തന്നെ നിൽക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്നത്, കൺഫ്യൂസ്ഡ് എന്നുള്ള വാക്കിനേക്കാൾ ഉപരിയായിട്ട് ഭയപ്പെടുത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവർ മുൻപോട്ട് വെക്കുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നോ ആ ഒരു രീതി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം മാത്രമേ അവർക്ക് ഇവിടെയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റാണ്. അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ അവർക്ക് മടിയില്ലാത്ത തരം വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു പ്ലാനിങ് അവരെടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് എങ്ങനെയാണ് സമീപിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ഇവർ എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കോൺടാക്റ്റ് ചിലപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവാം. കാരണം ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മടിച്ചിരിക്കുന്ന പിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് എനർജി അല്ല ഇവിടെ. അവർ ഫാസ്റ്റായിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോകുന്നില്ല. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് നാൾ മിണ്ടാതിരിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് പരിഭവിച്ചിരിക്കുമായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിലൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് പോലെ തന്നെയാണ്. ഡെത്ത് ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനൊരു റീബർത്ത് ഉണ്ട്. വീണ്ടും ആ ഒരു എന്താ പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി വീണ്ടും ശക്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു മരണമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് അത്തരത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ്. അവർക്ക് നിങ്ങൾ വേണമെന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തന്നെ എന്നൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ രീതി മാറ്റാനായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു അവരുടേതായിട്ടുള്ള ഒരു ആഗ്രഹം കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ടെന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് അവരങ്ങനെ വരുമ്പോൾ സ്വീകരിക്കണോ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് അനുസരിക്കണോ, എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. അതുപോലെ തന്നെ സ്കോർപിയോ സോഡിയക് സൈൻ, നമ്പർ 17, ലെറ്റർ Q, ട്രിവാൻഡ്രം, ലെറ്റർ E, ലെറ്റർ N, ക്യാൻസർ സോഡിയക് സൈൻ, നമ്പർ 13 ജൂലൈ മന്ത്, ലെറ്റർ P, ജെമിനായി സോഡിയക് സൈൻ, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ V, ജാനുവരി മന്ത്, നമ്പർ 12, കണ്ണൂർ, നമ്പർ 29, നമ്പർ 9, നമ്പർ 31, ലെറ്റർ T ആണ് കേട്ടോ, T ഫോർ ടൈഗർ, ലെറ്റർ U, ലെറ്റർ X, നമ്പർ 1, നമ്പർ 7, നമ്പർ 21, നമ്പർ 18, ലെറ്റർ S, നമ്പർ 19 ആൻഡ് ലാസ്റ്റ് നമ്പർ 10. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് റെസനേഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ
ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.